അന്ന് രാത്രി ശക്തമായ മഴയായിരുന്നു. ഗ്രാമത്തിലെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിലൂടെ രാഘവൻ അക്ഷമനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്കിടെ അവൻ പ്രസവമുറിയുടെ വാതിലിലേക്ക് നോക്കും, പിന്നെ കയ്യിലുള്ള വാച്ചിലേക്കും. രാഘവൻ്റെ മുഖത്ത് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമായിരുന്നു. എനിക്ക് ഒരു മകൻ വേണം. അത് അവൻ്റെ ആഗ്രഹം മാത്രമായിരുന്നില്ല. തൻ്റെ കുടുംബത്തിൻ്റെ പേര് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആൺകുട്ടി തന്നെ വേണം. അതുമാത്രം മതി, എനിക്ക് പെൺകുട്ടി ജനിക്കരുതേ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. അവൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാവരോടും അവൻ പറയാറുള്ളത്, അവൻക്ക് പെൺകുട്ടി വേണ്ട, ആൺകുട്ടി തന്നെ മതി, അവൻക്ക് ആൺകുട്ടി തന്നെയായിരിക്കും ജനിക്കുക എന്നായിരുന്നു. എനിക്ക് മകനാണെങ്കിൽ ഞാൻ അവനെ വളർത്തി വലിയ ആളാക്കും. പക്ഷേ രാഘവൻ്റെ ഭാര്യയായ ലക്ഷ്മിക്ക് അങ്ങനെ ഒരു വ്യത്യാസമുണ്ടായിരുന്നില്ല. അവൾക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരോഗ്യത്തോടെയുള്ള ഒരു കുട്ടിയെയാണ് അവൾക്ക് ആവശ്യം. ആ സമയം പ്രസവമുറിയിൽ വേദന കൊണ്ട് പുളയുമ്പോഴും ലക്ഷ്മിയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു. ദൈവമേ, എന്ത് കുഞ്ഞാണെങ്കിലും അതിനെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ തരണമെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ പ്രത്യേകമായിട്ടുള്ള നിമിഷം വന്നു. പ്രസവമുറിയിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. രാഘവൻ അത് കേട്ടതും കുറച്ചുനേരം നിശ്ചലനായി നിന്നു. അവൻ്റെ മനസ്സിലൊരു ചോദ്യം, കുഞ്ഞ് ജനിച്ചോ? കുഞ്ഞ് ആണാണോ പെണ്ണാണോ? എന്തായിരിക്കും? കുറച്ച് സമയങ്ങൾക്ക് ശേഷം നഴ്സ് പ്രസവമുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. നഴ്സിൻ്റെ മുഖത്ത് നിറപുഞ്ചിരിയായിരുന്നു. രാഘവനെ കണ്ടതും പറഞ്ഞു, അഭിനന്ദനങ്ങൾ. അത് കേട്ടപ്പോൾ രാഘവനും ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് നഴ്സ് വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ജനിച്ചിട്ടുള്ളത് ഒരു പെൺകുഞ്ഞാണ്, നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ സന്തോഷമെല്ലാം രാഘവൻ്റെ മുഖത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മാഞ്ഞു. അവൻ ചോദിച്ചു നഴ്സിനോട്, പെൺകുഞ്ഞോ? നഴ്സ് മറുപടി പറഞ്ഞു, അതെ, പെൺകുഞ്ഞ് തന്നെയാണ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. രാഘവൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു നിരാശയായി. താൻ ഇത്രയും സമയം ആഗ്രഹിച്ചിരുന്നത് അത് ഒരു ആൺകുഞ്ഞ് തന്നെയായിരിക്കുമെന്നാണ്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ മാറി മറിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെൺകുഞ്ഞാണെന്ന് കേട്ടപ്പോൾ രാഘവൻ ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്നും പോവാൻ പുറപ്പെട്ടു. അത് കണ്ടപ്പോൾ നഴ്സ് ചോദിച്ചു, ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരട്ടെ? അപ്പോൾ രാഘവൻ തല കുലുക്കി പറഞ്ഞു, വേണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോവണം. അത് കേട്ടപ്പോൾ നഴ്സ് വീണ്ടും പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും തന്നെയല്ലേ? രാഘവൻ പറഞ്ഞു, അതെ, എനിക്ക് പെൺകുഞ്ഞു വേണ്ട. ഞാൻ വിചാരിച്ചത് എനിക്കൊരു ആൺകുഞ്ഞാണെന്നാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഇവിടെ നിന്നും പോവണം. രാഘവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നഴ്സ് കുറച്ചുനേരം അന്തം വിട്ടു നിന്നു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് കുഞ്ഞിൻ്റെ തെറ്റല്ലല്ലോ. അപ്പോൾ രാഘവൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. പിന്നീട് അവൻ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. അവൻ ആശുപത്രിയുടെ വലിപ്പമേറിയ ആ വരാന്തയിലൂടെ അങ്ങനെ നടന്ന് പുറത്തേക്ക് പോയി. ഒരു നിമിഷം പോലും അവൻ തിരിഞ്ഞു നോക്കാൻ പോലും നിന്നില്ല. എന്നാൽ നഴ്സിൻ്റെയും രാഘവൻ്റെയും ചില സംഭാഷണങ്ങൾ അകത്ത് കിടന്നിരുന്ന ലക്ഷ്മി കേട്ടു. നഴ്സ് പകുതി ഡോറ് തുറന്നിട്ടായിരുന്നു രാഘവനോട് സംസാരിച്ചിരുന്നത്. ഡോറിൻ്റെ ഏകദേശം അടുത്താണ് ലക്ഷ്മി കിടന്നിരുന്നത്. അതുകൊണ്ടാണ് അവൾ കുറച്ച് സംഭാഷണങ്ങളൊക്കെ കേട്ടത്. അവൾ ഇതെല്ലാം കേട്ടിട്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കി അങ്ങനെ കിടന്നു. മാനസികമായും ശാരീരികമായും തളർന്നു കിടക്കുകയാണ് ലക്ഷ്മി. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. എന്നാലും എല്ലാം അവൾ സഹിച്ചു. നഴ്സ് വേഗം കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ചെറിയ വിരലുകൾ, ചുവന്ന മുഖം. കുഞ്ഞ് അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു. ലക്ഷ്മി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതുക്കെ പറഞ്ഞു, മോളെ, നിൻ്റെ അച്ഛൻ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിന്നെ വളർത്തും. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ ശേഷം കുഞ്ഞിൻ്റെ നെറ്റിയിൽ ലക്ഷ്മി മെല്ലെ ഒന്ന് ചുംബിച്ചു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഇനി നിൻ്റെ പേര് മീര എന്നാണ്. ആ നിമിഷം ലക്ഷ്മി ഒരു തീരുമാനമെടുത്തു. എൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ള വേദന വരരുതേ. അതിനു പകരം ഞാൻ എത്രത്തോളം സ്നേഹം കൊടുക്കാൻ പറ്റും അത്രത്തോളം സ്നേഹം കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ വളർത്തും. അവൾക്ക് ഒരു പരാതിയും പരിഭവവും പാടില്ല. അതുപോലെ തന്നെ അവൾക്ക് ഒരു കുറവുകളും വരാൻ പാടില്ല എന്നൊരു തീരുമാനമാണ് ലക്ഷ്മി ആ സമയം എടുത്തത്. പക്ഷേ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും രാഘവൻ തിരികെ വന്നില്ല. ബന്ധുക്കളെല്ലാവരും രാഘവനെ പലതവണ വിളിച്ചു. നീ ഒന്ന് വന്നു പോ, വേറെ ഒന്നും ചെയ്യണ്ട, ഈ കുഞ്ഞിനെയെങ്കിലും കണ്ടിട്ട് പോയിക്കൂടെ? അതിൽ ചില ആളുകളൊക്കെ പറഞ്ഞു. അവൻ അപ്പോഴും ഇതുപോലെയാണ് പറഞ്ഞത്. എനിക്കൊരു ആൺകുഞ്ഞാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സഹിക്കാനായില്ല. അവൾ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ സ്വന്തം വീട്ടിൽ തന്നെ കഴിഞ്ഞു. അങ്ങനെ മീര വളർന്നു. ആദ്യമായി മീര നടക്കാൻ പഠിച്ചപ്പോൾ അവളെ കൈപിടിച്ചിരുന്നത് അമ്മയായിരുന്നു. ആദ്യമായി അവൾ വീണപ്പോഴും അവളെ കയ്യിലെടുത്ത് ഉയർത്തിയത് അവളുടെ അമ്മ തന്നെയായിരുന്നു. അവളുടെ ബുദ്ധി വെച്ച മുതലേ അവൾ അമ്മയെ മാത്രമാണ് കാണുന്നത്. അവൾക്ക് അച്ഛൻ എന്താണോ അല്ലെങ്കിൽ ആരാണോ എന്നും അറിയില്ല, അവളെ അറിയിച്ചതുമില്ല. അവൾക്ക് 5 വയസ്സുള്ള സമയത്ത് അവൾ ഒരു ദിവസം മുറ്റത്ത് കളിക്കുകയായിരുന്നു. ആ സമയം അടുത്ത വീട്ടിലെ കുട്ടിയെ അവൻ്റെ അച്ഛൻ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോകുന്നത് അവൾ കണ്ടു. അവൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അത് തന്നെ നോക്കി നിന്നു. അവൾ വേഗം വീട്ടിലേക്ക് ഓടിക്കയറി. എന്നിട്ട് അമ്മയെ വിളിച്ചു. അമ്മേ. അമ്മ വിളി കേട്ടു. എന്താ മോളെ? വീണ്ടും മീര പറഞ്ഞു. അമ്മേ, എനിക്ക് അച്ഛനില്ലേ? അതുപോലെയുള്ള അച്ഛൻ? അത് എവിടെയാണ്? എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? അത് കേട്ടപ്പോൾ ലക്ഷ്മി നിശ്ചലമായി നിന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം അവൾ പറഞ്ഞു. നിന്റെ അച്ഛൻ ഇപ്പോൾ നമ്മളുടെ കൂടെ ഇല്ല മോളെ. മീര അമ്മയോട് വീണ്ടും ചോദിച്ചു. അതെന്താണ്? അപ്പോൾ ലക്ഷ്മിക്ക് സത്യം പറയാൻ കഴിഞ്ഞില്ല. അവൾ ഒരു ചെറിയ കളവ് പറഞ്ഞു. നിന്റെ അച്ഛൻ വളരെ ദൂരെയാണ്. അത് കേട്ടപ്പോൾ മീര വീണ്ടും ചോദിച്ചു. എന്നാണ് അമ്മേ അച്ഛൻ എന്നെ കാണാൻ വരുന്നത്? ലക്ഷ്മി നിറകണ്ണുകളോടുകൂടെ പറഞ്ഞു. ഒരു ദിവസം നിന്നെ കാണാൻ നിന്റെ അച്ഛൻ വരും മോളെ. ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു വാക്കാണ് തൻ്റെ മകളോട് പറയുന്നത് എന്ന് അവൾക്കറിയാം. എന്നാലും മകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അതേ വഴിയുള്ളൂ. മീര പെട്ടെന്ന് തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു. അമ്മേ, അച്ഛൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. മീരയുടെ ആ വാക്ക് ലക്ഷ്മിയുടെ ഹൃദയം തകർത്തു. അവൾ മനസ്സിൽ പറഞ്ഞു. മോളെ, ഒരു പക്ഷേ നിന്റെ അച്ഛൻ ഒരിക്കലും നിന്റെ അടുത്ത് വരില്ല. പക്ഷേ എന്നെങ്കിലും അതോർത്ത് പശ്ചാത്തപിക്കും. ലക്ഷ്മിക്കും മീരയ്ക്കും അറിയില്ലായിരുന്നു ആ ദിവസം ഒരിക്കൽ വരുമെന്ന്. അന്ന് മീര ഒരു ചെറിയ പെൺകുട്ടിയായിരിക്കില്ല. അവളൊരു വെള്ളക്കോട്ടണിഞ്ഞ ഡോക്ടറായിരിക്കും. കാലം കടന്നുപോയി. അവൾ പഠിക്കാൻ മിടുക്കിയായ കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അവളുടെ സ്വഭാവവും. അവളുടെ സൗമ്യമായുള്ള ആ ഒരു പെരുമാറ്റത്തിൽ തന്നെ അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറി. ലക്ഷ്മിയെ കാണുമ്പോഴൊക്കെ അധ്യാപകർ പറയും, മീര നല്ല കഴിവുള്ള കുട്ടിയാണ്, അവളെ നന്നായി പഠിപ്പിക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ ലക്ഷ്മി പുഞ്ചിരിക്കും. എന്നിട്ട് മനസ്സിൽ കരുതും, എൻ്റെ മോൾക്ക് എത്രത്തോളം പഠിക്കണം, അതിനൊക്കെ ഞാൻ കൂട്ടുനിൽക്കും. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അവളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു കൊടുക്കും. ആ സമയത്തൊക്കെ ലക്ഷ്മിയുടെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ട് എന്ന് മീരയ്ക്ക് അറിയില്ലായിരുന്നു. ലക്ഷ്മി രാവിലെ 4:30-5 മണിയോടുകൂടെ തന്നെ എഴുന്നേൽക്കും. സ്വന്തം വീട്ടിലെ എല്ലാ ജോലികളും തീർക്കും. എന്നിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യും. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയാലും ലക്ഷ്മി കൂടുതൽ നേരം വിശ്രമിക്കില്ല. മീരയുടെ പുസ്തകങ്ങളെ എല്ലാം നോക്കും. പിറ്റേ ദിവസത്തേക്കുള്ള യൂണിഫോം കഴുകി വെക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം വയ്ക്കാനുള്ള പച്ചക്കറികളെല്ലാം തന്നെ അരിഞ്ഞു വെക്കും. പല രാത്രികളിലും സ്വന്തം ക്ഷീണം മറന്ന് അവൾ മകളുടെ പഠനത്തിൽ ശ്രദ്ധിക്കും. ഒരു ദിവസം മീര ചോദിച്ചു, അമ്മേ, എന്തിനാണ് നിങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്നത്? അത് കേട്ടപ്പോൾ ലക്ഷ്മി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പഠിക്കണ്ടേ മോളെ? അത് കേട്ടപ്പോൾ മീര പറഞ്ഞു, എനിക്ക് പഠിക്കണം അമ്മേ. എന്നാൽ അമ്മ ജോലിക്ക് പോവണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീര പറഞ്ഞു, അമ്മേ, ഞാനും ജോലി ചെയ്യട്ടെ? അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പോൾ ജോലി ചെയ്യേണ്ട സമയമല്ല, നീ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണ്. നിനക്കിപ്പോൾ പഠനത്തിലാണ് ശ്രദ്ധ വേണ്ടത്. നീ നല്ല പോലെ പഠിക്കണം. അത് കേട്ടപ്പോൾ മീര ചോദിച്ചു, എന്തിനാണ് അമ്മേ ഇത്രയും പഠിക്കുന്നത്? അപ്പോൾ ലക്ഷ്മി മീരയുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. നിനക്ക് എന്താവാനാണ് മോളെ ആഗ്രഹം? മീര ഉടൻ തന്നെ മറുപടി പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആവണം. മീരയുടെ മറുപടി കേട്ടപ്പോൾ ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടറോ? എന്തിനാണ് ഡോക്ടർ ആവുന്നത്? മീര അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു, ഒരാൾക്ക് രോഗം വന്നാൽ അവർക്ക് വേദന വരും, അതുപോലെ തന്നെ അവർ കരയും ചെയ്യും. അപ്പോൾ അവരുടെ വേദനയെല്ലാം മാറ്റണം. അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോളെ, നീ തീർച്ചയായും ഒരു നല്ലൊരു ഡോക്ടർ ആവും. പക്ഷേ അവളുടെ സ്വപ്നത്തിന് മുന്നിൽ
സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അവൾ വീട്ടിലേക്ക് വളരെ വിഷമത്തോടു കൂടെയാണ് വന്നത്. അന്ന് അവളുടെ സ്കൂളിൽ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. മീരയുടെ മുഖത്ത് പതിവ് പോലെ സന്തോഷമില്ല. അത് കേട്ടപ്പോൾ ലക്ഷ്മി ചോദിച്ചു, എന്ത് പറ്റി മോളെ? അവൾ പറഞ്ഞു, ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അമ്മേ. പക്ഷേ ലക്ഷ്മിയുടെ കയ്യിൽ ഫീസ് അടക്കാനുള്ള പണം തികച്ചുണ്ടായിരുന്നില്ല. എന്നാലും അവൾ മീരയോട് ഉറപ്പിച്ചു പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോളെ, നാളെ നിന്റെ ഫീസ് എന്തായാലും ഞാൻ അടച്ചിരിക്കും. അന്ന് രാത്രിയും കൂടി ലക്ഷ്മി അധികം ജോലി ചെയ്യാൻ പോയി. തിരിച്ചു വന്നത് അർദ്ധരാത്രിയായിരുന്നു. അമ്മ വരുന്നതുവരെ മീര ഉറങ്ങാതെ കാത്തിരുന്നു. അമ്മ വന്നപ്പോൾ അവൾ ചോദിച്ചു, എന്താണ് അമ്മേ ഇത്രയും വൈകിയത്? അമ്മ പറഞ്ഞു, കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു മോളെ, അതാണ് ഇത്രയും വൈകിയത്. മീര അമ്മയുടെ കൈകളിലേക്ക് നോക്കി. കൈകളിൽ ചെറിയ ചെറിയ മുറിവുകൾ. അവൾക്ക് അത് കണ്ടപ്പോൾ സങ്കടമായി. അവൾ വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞു, അമ്മേ ഞാൻ നല്ല പോലെ പഠിക്കും, എന്നിട്ട് വലിയ ആളാവും, അമ്മയെ ജോലിക്കൊന്നും വിടില്ല. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മോളെ നീ അതൊന്നും ചെയ്യണ്ട, നീ നല്ല മനുഷ്യനായി വളർന്നാൽ മാത്രം മതി. ആ വാക്കുകൾ മീരയുടെ മനസ്സിൽ പതിഞ്ഞു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. 10ാം ക്ലാസ്സിലും +2വിലും നല്ല മാർക്ക് നേടി. സ്കൂളിലെ ഏറ്റവും പഠിക്കുന്ന കുട്ടി എന്നതിൽ ഒരുപാട് അവാർഡുകളും കിട്ടി. അവൾ തുടർന്നുള്ള പഠനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യം തന്നെ അവൾ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങി. പക്ഷേ അവൾക്കറിയാമായിരുന്നു ഇത് അത്ര എളുപ്പമായിരുന്നില്ല എന്ന്. പല രാത്രികളും അവൾ ഉറങ്ങാതെ തന്നെ പുസ്തകത്തിൻ്റെ മുന്നിലിരുന്നു. അവൾ പഠിക്കുന്ന സമയത്ത് അമ്മ അവൾക്ക് ചായയും അതുപോലെ തന്നെ വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് പറയും, മോളെ ഇനി കുറച്ചു നേരം വിശ്രമിക്കൂ, എന്നിട്ട് പഠിക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ അവൾ പറയും, എൻ്റെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അത് നേടുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ള ഫലം ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരണ്ടേ? അങ്ങനെ പരീക്ഷയുടെ ദിവസമെത്തി. മീര വളരെ എളുപ്പത്തിൽ തന്നെ പരീക്ഷ എഴുതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരീക്ഷയുടെ ഫലപ്രഖ്യാപനം വന്നു. ആ ദിവസം അവളുടെ ഹൃദയം വേഗത്തിൽ തന്നെ മിടിച്ചിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ അവളുടെ പേര് തെളിഞ്ഞു. അവൾക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു. അത് കണ്ടതും അവൾ വീട്ടിലേക്ക് ഓടി. വീടിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ അമ്മയെ വിളിച്ചുകൊണ്ടാണ് അവൾ ചെല്ലുന്നത്. അമ്മ പെട്ടെന്ന് പുറത്തേക്ക് ഓടി വന്നു. ഭയന്ന് ചോദിച്ചു, എന്താ മോളെ? അവൾ പെട്ടെന്ന് തന്നെ കാര്യം പറഞ്ഞു, അമ്മേ എനിക്ക് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു. അത് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. ലക്ഷ്മി മകളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സങ്കടത്തോടെ എൻ്റെ മോളെ എന്ന് വിളിച്ചു. അവർ രണ്ടുപേരും കരഞ്ഞു. പക്ഷേ അത് സങ്കടത്തിൻ്റെ കരച്ചിലായിരുന്നില്ല. വർഷങ്ങളോളം നീണ്ടുനിന്ന പോരാട്ടത്തിൽ നിന്നും വിജയിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. അങ്ങനെ മീര മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ ഒരു പുതിയ ലോകം അവളെ കാത്തിരുന്നു. പുതിയ സുഹൃത്തുക്കൾ, പുതിയ അധ്യാപകർ, കഠിനമായ പഠനം. എന്നാൽ ഓരോ ദിവസവും അവൾ അമ്മയെ ഓർക്കും. അവൾക്ക് ക്ഷീണം തോന്നുമ്പോഴൊക്കെ അമ്മയുടെ വാക്കുകളാണ് അവൾക്ക് ഓർമ്മ വരിക. നീ തീർച്ചയായും ഡോക്ടറാവും എന്നാണ് അമ്മ എപ്പോഴും പറയാറുള്ളത്. അങ്ങനെ അവസാനം ആ ദിവസം വന്നു. മീര വെള്ളക്കോട്ടണിഞ്ഞു, കഴുത്തിൽ സ്റ്റെതസ്കോപ്പ്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ നോക്കി. അവളെ കണ്ടപ്പോൾ അവൾക്ക് കണ്ണിൽ കണ്ണുനീർ വന്നു. അവൾ അമ്മയെ വിളിച്ചു. ലക്ഷ്മി ഓടി വന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഡോക്ടറായി. അമ്മ അവളെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം മീരയുടെ അച്ഛനായ ലക്ഷ്മിയുടെ ഭർത്താവായ രാഘവനെ ലക്ഷ്മിക്ക് ഓർമ്മ വന്നു. മനസ്സിൽ പറഞ്ഞു, രാഘവ, അന്ന് നീ പെൺകുഞ്ഞായതിൻ്റെ പേരിൽ ഈ കുഞ്ഞിനെയും എന്നെയും ഉപേക്ഷിച്ചില്ലേ? ഇന്നെൻ്റെ മകൾ ഡോക്ടറായിരിക്കുന്നു എന്ന്. മീര പ്രശസ്തമായ ഡോക്ടറായി. പാവപ്പെട്ട രോഗികളൊക്കെ വന്നാൽ അവരോട് സൗമ്യമായി തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അവൾക്ക് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അവൾക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നു. അവളെപ്പോലെ വേദന അനുഭവിച്ച് വളരുന്നവർക്ക് ഒരിക്കലും ആ ഒരു വേദനയിൽ മറ്റുള്ള കാര്യങ്ങൾ കുത്തിനിറച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് അവർ വേദന കൂട്ടരുത്. അവർക്കൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവളാൽ കഴിയുന്നത് പോലെ അവൾക്ക് സഹായിക്കാൻ കഴിയണമെന്നായിരുന്നു. ഒരു ദിവസം ആശുപത്രിയിൽ സാധാരണ ദിവസത്തേക്കാളും കൂടുതലായി തിരക്കായിരുന്നു. എമർജൻസി വിഭാഗത്തിലേക്ക് രോഗികൾ വരുന്നു ഒരുപാട്. അതിനിടയിൽ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഡോക്ടർ, ഒരു അടിയന്തരമായൊരു കേസുണ്ട്. മീര ചോദിച്ചു, എന്താണ്? ഒരു 55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷൻ നെഞ്ചുവേദനയും ശ്വാസതടസ്സവും മൂലം ഗുരുതരമായ നിലയിൽ എമർജൻസി വിഭാഗത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മീര ഒന്നും നോക്കിയില്ല, അവിടേക്ക് ഓടി.
കട്ടിലിൽ ഒരു വയോധികനായ പുരുഷൻ കിടക്കുകയായിരുന്നു. മുഖത്ത് നല്ല വേദന തോന്നിക്കുന്നുണ്ട്. നെറ്റിയിൽ കൂടുതലായി വിയർക്കുന്നു. മീര രോഗിയുടെ അടുത്തേക്ക് ചെന്നു. നഴ്സിനോട് ചോദിച്ചു, എന്താണ് പേര് ഇവരുടെ? നഴ്സ് പറഞ്ഞു, രാഘവൻ. അത് കേട്ടപ്പോൾ മീരയുടെ കയ്യിലുണ്ടായിരുന്ന പേന താഴെ വീണു. എന്നിട്ട് ചോദിച്ചു, രാഘവൻ? അവൾ രോഗിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ ശ്വാസം ഒരു നിമിഷത്തേക്കെങ്കിലും നിലച്ചുപോയി. അത് അവളുടെ അച്ഛനായിരുന്നു. അവൾ വീണ്ടും വീണ്ടും ആ മുഖത്തേക്ക് നോക്കി. അവൾ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 25 വർഷങ്ങൾക്ക് ശേഷമാണ് രാഘവനെ കാണുന്നത്. എന്നാലും അവൾ ബാല്യകാലത്ത് അവളുടെ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അച്ഛൻ്റെ മുഖം അവൾക്ക് ഓർമ്മ വന്നു. അവൾ മനസ്സിൽ 1000 തവണ വരച്ച മുഖം പോലെ തോന്നി. രാഘവൻ മെല്ലെ കണ്ണു തുറന്നു. രാഘവൻ മീരയുടെ മുഖത്തേക്ക് നോക്കി. ആദ്യമൊന്നും മനസ്സിലായില്ല. പിന്നെ അവൻക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ മീര എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ ഷോക്കേറ്റ പോലെ നിന്നു. അവൾക്ക് അവിടുന്ന് ഓടിപ്പോകാൻ തോന്നി. പക്ഷേ അവളൊരു ഡോക്ടറല്ലേ, എങ്ങനെ ഓടിപ്പോവും? അവൾ തൻ്റെ ചുറ്റുമുള്ള നഴ്സുമാരോട് ശാന്തമായി പറഞ്ഞു, ECG എടുക്കൂ, പെട്ടെന്ന് തന്നെ ഓക്സിജൻ കൊടുക്കൂ, രക്തപരിശോധനയെല്ലാം തന്നെ ചെയ്യൂ. അതെല്ലാം തന്നെ സഹപ്രവർത്തകർ ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് രാഘവൻ മീരയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ എൻ്റെ മീര തന്നെയാണോ? മീര ഒന്നും മറുപടി പറഞ്ഞില്ല. രാഘവന് അവരുടെ ബന്ധുക്കൾ ആരൊക്കെയോ പറഞ്ഞ ചെറിയ അറിവുണ്ടായിരുന്നു. തൻ്റെ മകൾ പഠിച്ച് ഡോക്ടറായി എന്നുള്ള എല്ലാ കാര്യങ്ങളും ആരൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീര ചികിത്സ തുടർന്നു. ഒരു ഘട്ടത്തിൽ രാഘവൻ്റെ നില ഗുരുതരമായി. അവൾക്ക് കൂടുതൽ ഭയം തോന്നി. അവൾക്ക് അച്ഛനോട് സ്നേഹമില്ലെങ്കിലും ഒരു രോഗിയുടെ ജീവൻ എത്രത്തോളം രക്ഷിക്കാൻ കഴിയും അത്രയും തന്നെ ചികിത്സ കൊടുക്കണം എന്നതാണല്ലോ അവളുടെ ജോലി. അവൾ രാഘവൻ്റെ ചികിത്സയ്ക്ക് നല്ല പരിശ്രമം തന്നെ എടുത്തു. മണിക്കൂറുകൾ നീണ്ട ശേഷം രാഘവൻ്റെ നില മെച്ചപ്പെട്ടു. മീര ദീർഘമായി നിശ്വാസം വിട്ടു. അവൾ പുറത്തേക്ക് പോയി. അവൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. മീരയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ തോന്നിയ അവളുടെ സഹപ്രവർത്തകൻ അവളുടെ പിന്നാലെ പോയി. എന്നിട്ട് ചോദിച്ചു, മീര, അത് നിങ്ങളുടെ അച്ഛനാണോ? മീര തല ഉയർത്തി. എന്നിട്ട് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, അതെ. സഹപ്രവർത്തകൻ മീരയോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾക്കറിയാമായിരുന്നോ അദ്ദേഹം ഇങ്ങോട്ട് വരുമെന്ന്? മീര പറഞ്ഞു, എനിക്കറിയില്ല. വീണ്ടും ചോദിച്ചു, എത്ര വർഷത്തിനു ശേഷം? അവൾ പറഞ്ഞു, 25 വർഷത്തിന് ശേഷം. സഹപ്രവർത്തകൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. മീര പതുക്കെ അവരോട് പറഞ്ഞു, ഞങ്ങളെ ഉപേക്ഷിച്ച ആളാണ് അദ്ദേഹം. അന്ന് രാത്രി മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രമായിരുന്നു, വിധി എന്തിനാണ് വീണ്ടും അയാളെ എൻ്റെ മുന്നിലെത്തിച്ചത്? അടുത്ത ദിവസം മീര അച്ഛൻ്റെ മുറിയിലേക്ക് എത്തി. രാഘവൻ ഉണർന്നു കിടക്കുന്നു. അവളെ കണ്ടപ്പോൾ രാഘവൻ്റെ കണ്ണു നിറഞ്ഞു. എന്നിട്ട് മീര എന്ന് വിളിച്ചു. മീര അടുത്തുള്ള കസാരയിലിരുന്നു. മീര സാധാരണ രോഗിയോട് ചോദിക്കുന്നത് പോലെ തന്നെ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? രാഘവൻ മറുപടി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കുറച്ച് സുഖമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് കേട്ടപ്പോൾ മീര മിണ്ടാതെ നിന്നു. രാഘവൻ മീരയോട് ചോദിച്ചു, നീ എന്നെ തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ് ചിന്തിച്ചത്? മീര മറുപടി പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? രാഘവൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ മീര പറഞ്ഞു, ഒരിക്കൽ എനിക്ക് നല്ല വെറുപ്പായിരുന്നു. വീണ്ടും ചോദിച്ചു, ഇപ്പോഴോ? മീര പറഞ്ഞു, എനിക്ക് അറിയില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് രാഘവൻ പറഞ്ഞു, നീ ജനിച്ച ദിവസം ഞാൻ ചെയ്ത തെറ്റ് ഇന്നും എന്നെ പിന്തുടരുന്നു. മീര ചോദിച്ചു, എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്? അപ്പോൾ രാഘവൻ പറഞ്ഞു, നീ പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ മീരയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അത് എൻ്റെ തെറ്റാണോ? രാഘവൻ മറുപടി പറഞ്ഞു, അല്ല. പിന്നെ വീണ്ടും മീര ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത്? കുറച്ച് സമയത്തേക്ക് രാഘവൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, എനിക്ക് ഒരു മകനെയായിരുന്നു ആവശ്യം. പക്ഷേ അപ്പോൾ ഒരു പെൺകുഞ്ഞല്ലേ ജനിച്ചത്. അത് തിരിച്ചറിയാനോ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്നൊരു മണ്ടനായിരുന്നു. മീര കണ്ണു നിറച്ച് ചോദിച്ചു, എനിക്ക് അച്ഛനെ ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു?
മീര വീണ്ടും രാഘവനോട് പറഞ്ഞു. സ്കൂളിൽ അച്ഛന്മാർ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ എന്നെ കൊണ്ടാക്കിയിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. അതുപോലെ തന്നെ അയൽപക്കത്തെ കുട്ടികളോട് അച്ഛന്മാർ കളിക്കുന്നത് കാണുമ്പോൾ ഞാനത് കുറേ നേരം നോക്കി നിന്നിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായി നിന്നിരുന്നത് എൻ്റെ അമ്മ മാത്രമായിരുന്നു. ഇത് കേട്ടപ്പോൾ രാഘവൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മോളെ. മീര പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ ഈ നിലയിൽ എത്തിക്കാൻ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? രാഘവൻ പറഞ്ഞു, അറിയില്ല. മീര ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ അറിയാൻ ശ്രമിച്ചില്ല. അത് കേട്ടപ്പോൾ രാഘവൻ ഒന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിങ്ങൾക്കറിയുമായിരുന്നോ? ഞാൻ നേരം പുലരുവോളം ചില സമയങ്ങളിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. അന്ന് എനിക്ക് കൂട്ടിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മയോട് ഞാനൊരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഡോക്ടറാവണമെന്ന്. അമ്മ അന്നു മുതൽ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. എത്രത്തോളം സഹിച്ചാലും എന്ത് ജോലി ചെയ്താലും എൻ്റെ മകളെ ഡോക്ടറാക്കണം എന്ന നിലയിലായി. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ചില സമയങ്ങളിൽ ഭക്ഷണം പോലും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത്. രാഘവൻ കണ്ണുകളടച്ച് മുഖം പൊത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ശരിക്കും ഒരു അച്ഛനായിരുന്നില്ല. പക്ഷേ ഇന്ന് നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. രാഘവൻ മീരയുടെ കൈകൾ പിടിച്ചു പറഞ്ഞു, എനിക്ക് നിന്നോട് ഇനി ഒന്നും ചോദിക്കാനില്ല. ഒരിക്കൽ കൂടി എന്നോട് ക്ഷമിക്കുമോ? മീര കുറച്ച് സമയം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം. രാഘവൻ മീരയോട് പറഞ്ഞു, നിന്റെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും. വീട്ടിലെത്തിയ ശേഷം മീര അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അമ്മേ, അച്ഛൻ ആശുപത്രിയിലുണ്ട്. അമ്മ പെട്ടെന്ന് ഞെട്ടി. അച്ഛനോ? അതെ. എന്നിട്ട് നിന്നെ തിരിച്ചറിഞ്ഞോ? ആ അമ്മേ, എന്നെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അയാൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറവുണ്ട്, അവൾ മെല്ലെ മറുപടി പറഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൾക്ക് പഴയകാല ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു. ലക്ഷ്മി മീരയോട് ചോദിച്ചു, അയാൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? മീര പറഞ്ഞു, അതെ, എന്നോട് മാപ്പ് ചോദിച്ചു. ലക്ഷ്മി ജനലിലൂടെ പുറത്തേക്ക് നോക്കി കുറച്ചു നേരം നിന്നു. എന്നിട്ട് മീരയോട് പറഞ്ഞു, എന്താണ് നിനക്കിപ്പോൾ തോന്നുന്നത്? എനിക്ക് ഒന്നും അറിയില്ല അമ്മേ എന്ന് പറഞ്ഞ് മീര കണ്ണുനീർ തുടച്ചു. അപ്പോൾ ലക്ഷ്മി ചോദിച്ചു, നിനക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്നുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ അച്ഛനായി സ്വീകരിക്കാൻ ഇപ്പോഴും ഭയമാണ്. ലക്ഷ്മി മകളുടെ കൈപിടിച്ച് ശാന്തമായി പറഞ്ഞു, മോളെ, നീ എന്ത് തീരുമാനിച്ചാലും ഒരു കുഴപ്പവുമില്ല. അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ്മി ആശുപത്രിയിലെത്തി. രാഘവനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. രാഘവൻ ലക്ഷ്മി എന്ന് വിളിച്ചു. ലക്ഷ്മി കുറച്ചു നേരം മിണ്ടാതെ നിന്നു. രാഘവൻ വീണ്ടും ലക്ഷ്മിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളെ സഹായിക്കേണ്ട സമയത്ത് ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ പോയി. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുമോ? എനിക്ക് മാപ്പ് തരണം. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മാപ്പ് പറയാൻ എളുപ്പമാണ്. പക്ഷേ കഴിഞ്ഞുപോയ 25 വർഷങ്ങൾ നഷ്ടപ്പെട്ടത് എന്തെല്ലാമെന്ന് അറിയാമോ? അതെനിക്ക് തിരികെ തരാൻ കഴിയുമോ? അത് കേട്ടപ്പോൾ രാഘവൻ തലകുനിച്ചു പറഞ്ഞു, ഇല്ല, അത് നിങ്ങളുടെ ശിക്ഷയാണ്. അപ്പോൾ രാഘവൻ പറഞ്ഞു, ഇനിയുള്ള ജീവിതത്തിലെങ്കിലും എനിക്ക് ഒരു അവസരം തരുമോ? ലക്ഷ്മി മകളെ നോക്കി. അവൾ വാതിൽക്കൽ നിന്നിരുന്നു. അവൾ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. അങ്ങനെ രാഘവന്റെ നില പൂർണ്ണമായി മെച്ചപ്പെട്ടു. ഡിസ്ചാർജ് ചെയ്യാനുള്ള ദിവസമെത്തി. ഡിസ്ചാർജ് ബില്ലെല്ലാം രാഘവന്റെ കയ്യിൽ കിട്ടി. അവൻ അതിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതലായി മീരയുടെ മുഖത്തേക്കായിരുന്നു നോക്കിയിരുന്നത്. മീരയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മീര, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എവിടേക്കാണ് പോവേണ്ടത്? മീര കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമുണ്ടോ? അയാൾ തലകുനിച്ചു മെല്ലെ പറഞ്ഞു, എനിക്ക് വേറെ എങ്ങോട്ടും പോവാൻ സ്ഥലമില്ല. അത് കേട്ടപ്പോൾ മീരയുടെ മനസ്സിൽ എന്തോ ഒരു മാറ്റം വന്നു. മീര മനസ്സിൽ കരുതി, ഒരു സമയത്ത് ഞങ്ങൾക്ക് വീടും ഒന്നും നൽകാതെ തിരിച്ചു പോയ ആളാണ് ഇപ്പോൾ ഇവിടെ നിസ്സഹായനായി നിൽക്കുന്നത്. അവൾ രാഘവനോട് പതുക്കെ പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. രാഘവൻ ചോദിച്ചു, എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്കോ? അപ്പോൾ മീര പറഞ്ഞു, അതെ, എൻ്റെ വീട്ടിലേക്ക് തന്നെ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലെത്തിയപ്പോൾ ലക്ഷ്മി വീടിൻ്റെ വാതിൽക്കൽ തന്നെ നിന്നിരുന്നു. രാഘവൻ അവളെ കണ്ടപ്പോൾ തലകുനിച്ചു. എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മി, ഞാൻ ഇങ്ങോട്ട് വരാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല. ലക്ഷ്മി പതുക്കെ പറഞ്ഞു, ഇത് എൻ്റെ വീട് മാത്രമല്ല, നമ്മുടെ മകളുടെയും വീടാണ്. അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞു. മീര പറഞ്ഞു, അകത്തേക്ക് വരൂ അച്ഛാ. മീര രാഘവനെ അച്ഛാ എന്ന് ആദ്യമായി വിളിച്ചു. അവൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വീണ്ടും പറഞ്ഞു,
ഒരു പ്രാവശ്യം കൂടി എന്നെ അച്ഛ എന്ന് വിളിക്കുമോ? മീര പുഞ്ചിരിച്ചു. അച്ഛാ വീണ്ടും വിളിച്ചു. അത് കേട്ടപ്പോൾ രാഘവൻ അവളെ കെട്ടിപ്പിടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് താൻ കയ്യിലെടുക്കാനോ അതിൻ്റെ മുഖമൊന്ന് നോക്കാനോ നിൽക്കാതെ പോയ ആളായിരുന്നു ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ഡോക്ടറായി നിൽക്കുന്നു. രാഘവൻ മീരയെ വിളിച്ചു. മോളെ, എന്താ? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൂടെ? അത് കേട്ടപ്പോൾ മീര പറഞ്ഞു, കഴിഞ്ഞത് മറക്കാൻ എനിക്ക് കഴിയില്ല അച്ഛാ. കാരണം എൻ്റെ അമ്മ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ രാഘവൻ തലകുനിച്ചു. മീര വീണ്ടും പറഞ്ഞു, പക്ഷേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും വെറുക്കുന്നില്ല. അത് കേട്ടപ്പോൾ രാഘവൻ വീണ്ടും മകളെ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി അവർ 3 പേരും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചത്. 25 വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ ഒരു കുടുംബത്തിൻ്റെ ചിരി ഉയർന്നു. രാഘവൻ മീരയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ജനിച്ച ദിവസം ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതെൻ്റെ ജീവിതത്തിൽ ഭാരമാകുമെന്ന് കരുതി. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു നീ. മീര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് മനസ്സിലാക്കാൻ അച്ഛന് ഇത്രയും വർഷം വേണ്ടി വന്നു. മറുപടി പറഞ്ഞു, അതെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. പിറ്റേ ദിവസം മീര ആശുപത്രിയിലേക്കെത്തി. വേറെ ഒരു രോഗിയുടെ ബന്ധു മീരയോട് ചോദിച്ചു, ഡോക്ടർ, ഇന്നലെ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്ന മനുഷ്യൻ നിങ്ങളുടെ അച്ഛനാണോ? നിങ്ങൾ അദ്ദേഹത്തോട് ക്ഷമിച്ചോ? മീര പറഞ്ഞു, ക്ഷമിക്കുന്നത് അദ്ദേഹത്തിനു വേണ്ടി മാത്രമല്ല, എനിക്കും കൂടി വേണ്ടിയാണ്. അവർ ചോദിച്ചു, എന്തുകൊണ്ട്? മീര ഉടൻ തന്നെ മറുപടി പറഞ്ഞു, വർഷങ്ങളോളം ആ വേദന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് നടന്നു. പക്ഷേ അതുമായി ജീവിതം മുഴുവൻ നടക്കാൻ എനിക്ക് താല്പര്യമില്ല. അവളുടെ സ്റ്റെതസ്കോപ്പ് ശരിയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷേ ഞാൻ എന്താകുമെന്ന് തീരുമാനിക്കേണ്ടത് അത് ഞാൻ തന്നെയല്ലേ? മീരയുടെ വാക്കുകൾ കേട്ടു നിന്നിരുന്ന എല്ലാവരും നിശബ്ദരായി. മീര തൻ്റെ അച്ഛനെ രക്ഷിച്ചു. അതിലും ഉപരി അവളുടെ ഉള്ളിലുണ്ടായിരുന്ന, അതായത് വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആ മുറിവ് സുഖപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പെൺകുട്ടിയാണെന്ന് കരുതി ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞ് ഇന്ന് നല്ലൊരു ഡോക്ടറാണ്. അവളുടെ മുഖം ഒരിക്കൽ പോലും കാണാൻ അവളുടെ അച്ഛൻ തയ്യാറായില്ല. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെ അദ്ദേഹം അവളെ മകൾ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഗുണപാഠം, മക്കൾ ആണായാലും പെണ്ണായാലും അത് മാതാപിതാക്കളുടെ സ്വത്തല്ല. അവർക്ക് സ്വന്തമായി സ്വപ്നങ്ങളുണ്ട്, അവർക്ക് സ്വന്തമായി കഴിവുകളുണ്ട്. അവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും അവർക്ക് എന്ത് പഠിക്കാനാണോ ആഗ്രഹം അതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കാരണം ഇന്ന് നിങ്ങൾ ചെറുതായി കാണുന്ന ഒരു പെൺകുട്ടി നാളെ ചിലപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനോ ആയിരിക്കാം. മക്കളെ ഒരിക്കലും ലിംഗത്തിൻ്റെ പേരിൽ വേർതിരിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. മീരയുടെ ഈ കഥ ഒരു പ്രതികാരത്തിൻ്റെ കഥയല്ല, മറിച്ച് ഒരു അമ്മയുടെ ത്യാഗത്തിൻ്റെ കഥയാണ്. ഒരു മകളുടെ പോരാട്ടത്തിൻ്റെ കഥയാണ്. ഒരു അച്ഛൻ തിരിച്ച് വൈകി എത്തിയതിൻ്റെ ഒരു കഥയും കൂടെയാണ്. ഈ ചെറിയ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.